ഈ സാധനം എല്ലാം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കള്ള് ഷോപ്പിൽ വന്നിട്ടുള്ളത്. എല്ലാം ഒന്നിച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ ദോശ, വെള്ളയപ്പം, കാട, ബീഫ് ഇതൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല തണുത്ത ദോശയും തണുത്ത വെള്ളയപ്പവും നല്ല തണുത്ത ബീഫും കിട്ടി. ഇതൊക്കെ ആയപ്പോൾ ബാക്കി ഇനി ഓർഡർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. വെള്ളയപ്പവും ദോശയും ആയിക്കഴിഞ്ഞ് തണുത്തതാണെന്നുള്ളത് ഓക്കെ, കാരണം രാവിലെ ആക്കിയതാണെന്ന് നമുക്ക് വിചാരിക്കാം. ആ ബീഫെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൊണ്ടുവരായിരുന്നു. ബീഫും തണിഞ്ഞതാണ് കിട്ടീന്. തണിഞ്ഞ ബീഫ് എന്നറിയാലോ, ഒന്നാമതേ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇവർ തന്ന ബീഫ് ടേസ്റ്റ് ഉണ്ടായിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയേനെ. പിന്നെ ഇവർ കൊണ്ടുവന്ന കാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ്. വെള്ളയപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇവർ തരുന്ന കള്ള്, അതായത് മുന്തിരിക്കള്ള് എന്ന് പറയുമ്പം കുറച്ച് മധുരം അധികം ഉണ്ടായിരുന്നു. ഈ 2 കള്ളും പകുതി ഗ്ലാസ് കുടിച്ചിട്ട് ഞാൻ മതിയാക്കി, കാരണം എനിക്ക് 2 ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ള് കുടിക്കില്ല. മുമ്പ് തെങ്ങിന്ന് ചെത്തി ഇറക്കിയ പാടില്ല കള്ളെല്ലാം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇതുമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, കാരണം ഷാപ്പിൽ വേറെ എന്തെല്ലോ ചേർക്കുന്നുണ്ടാവും. ഇത് സ്ഥലം വരുന്നത് വെള്ളച്ചാൽ കള്ള് ഷാപ്പാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പോയപ്പം കുറേ ആൾക്കാരെല്ലാം വരുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.